പരപ്പനങ്ങാടിക്കാരുടെ പറുദീസയിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. അതെ ഗൈസ്, പെരുന്നാളിന് ഉച്ചയ്ക്ക് കിട്ടിയ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കവും പാസ്സാക്കി ഞങ്ങൾ നേരെ വിട്ടത് പരപ്പനങ്ങാടി തൂവൽത്തീരം ബീച്ചിലേക്കാണ്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നല്ല ഭംഗിയുള്ള സൺസെറ്റാണ് ഇവിടെ. പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്തതിലും കുറച്ച് വൈകിയാണ് ഇവിടെ എത്തിയത്. ഞാനും അമ്മയും ഡാഡിയും കൊച്ചേച്ചിയും കൊച്ചേട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ട്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതാ സൂര്യൻ താഴ്ന്നു പോകുന്നതാണ് കാണണേ. എന്നാലും അത് കാണാൻ പറ്റില്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. നേരെ വന്ന് എന്നത്തെയും പോലെ ഐസ്ക്രീമിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. സത്യത്തിൽ പരപ്പനങ്ങാടി, താനൂര്, തിരൂര് ഞങ്ങളുടെ എല്ലാം ഓണം, വിഷു, ക്രിസ്മസ്, പെരുന്നാൾ എന്തോ ആയിക്കോട്ടെ, ദേ ഇങ്ങനെയായിരിക്കും തൂവൽത്തീരം ബീച്ച്. ഇത്രയ്ക്കും തിരക്കാണ് ഇവിടെ. സൂര്യൻ എല്ലായിടത്തും അസ്തമിക്കെങ്കിലും ഇവിടുത്തെ സൺസെറ്റിന് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഭംഗി എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ കടലിലേക്ക് ഇറങ്ങി. ആദ്യമോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ്റെ കൂടെ കുറേ കളിച്ചു, നനഞ്ഞു. സത്യത്തിൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ വളരെ കുറവായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിമാരും ഏട്ടന്മാരും മക്കളും എല്ലാവരും കൂടെ കൂടുമ്പോൾ അവരെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക, ഫുഡ് അടിക്കുക. എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ അതാണ്. ഡാഡി ഇവിടെ ഞങ്ങളുടെ ചെരുപ്പിനൊക്കെ കാവലായിട്ട് ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയാണ് ഇവിടെ. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഉപ്പിലിട്ടത് ഇത് കഴിക്കാതെ എങ്ങനെ പോകാനല്ലേ. അപ്പോൾ ഞങ്ങൾ മാങ്ങയും പൈനാപ്പിളും നെല്ലിക്കും എല്ലാം വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, വേറെ ഒന്നിനും കിട്ടില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഐറ്റം കൂടിയാണിത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യമോന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ അതും വാങ്ങിച്ച് ഹാപ്പിയായി. പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരപ്പനങ്ങാടി ഒരു ബേക്കറി കയറി. അവിടെ ചെന്നാൽ ഞങ്ങൾ ചായയും അതേപോലെ തന്നെ ഡേറ്റ്സ് കേക്കൊക്കെ കഴിച്ചു. തിരിച്ചു പോകുമ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ചോറൊക്കെ വെക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ പ്ലാൻ മാറ്റി നേരെ നമ്മുടെ പരപ്പനങ്ങാടിയുള്ള ചിക്ബക്ക് കയറി. കാണുമ്പോൾ എപ്പോഴും പോകണമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലം കൂടിയായിരുന്നു ഇത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങളെപ്പോലെ തൂവൽ തീരത്ത് നിന്ന് എല്ലാവരും ഇങ്ങോട്ടാണ് വന്നതെന്നുള്ള ഡൗട്ടായിരുന്നു. അത്രയും തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ദേ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ച്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.